ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ലോകമുണ്ട്. ഒരു സ്ക്രീനിലൂടെ നമ്മൾ ബന്ധപ്പെടുന്നു, പഠിക്കുന്നു, വിനോദിക്കുന്നു. പക്ഷേ ഈ ഡിജിറ്റൽ ലോകം ഒരു തടവറയാകാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ദിവസം തുടങ്ങുന്നത് ഒരു ഫോൺ നോക്കിയാണോ? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോൺ കയ്യിലുണ്ടോ? മണിക്കൂറുകളോളം യാതൊരു ലക്ഷ്യവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ സമയം കളഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഒരുപക്ഷെ നിങ്ങളും ഈ നിശബ്ദ ദുരന്തത്തിൻ്റെ ഇരയായിരിക്കാം. ഡിജിറ്റൽ അഡിക്ഷൻ. ഇത് വെറും സമയം കളയലല്ല, ഒരു മയക്കുമരുന്ന് പോലെ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന ഹോർമോണിനെ ഇത് സ്വാധീനിക്കുന്നു. ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ നോട്ടിഫിക്കേഷനും നമുക്ക് ഒരുതരം സന്തോഷം നൽകുന്നു. ഇത് കൂടുതൽ സമയം സ്ക്രീനിൽ ചെലവഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ശാരീരികവും മാനസികവുമായ നിരവധി പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നു. കണ്ണിന് ബുദ്ധിമുട്ടുകൾ, കഴുത്തുവേദന, നടുവേദന, ഉറക്കക്കുറവ്, ഉത്കണ്ഠ, വിഷാദം, സാമൂഹിക ബന്ധങ്ങളിൽ നിന്നുള്ള അകൽച്ച, ജോലിയിലോ പഠനത്തിലോ ഉള്ള ശ്രദ്ധക്കുറവ്. ഈ ആപ്പുകൾ വെറുതെ ഉണ്ടായതല്ല, നമ്മളെ കൂടുതൽ സമയം പിടിച്ചു നിർത്താൻ വേണ്ടി മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തവയാണവ. ഇൻഫിനിറ്റ് സ്ക്രോളിംഗ്, അവസാനിക്കാത്ത ഫീഡുകൾ, ഒന്നിനു പിറകെ ഒന്നായി വീഡിയോകൾ. നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് നിർത്താതിരിക്കാൻ ഇത് സഹായിക്കുന്നു. നോട്ടിഫിക്കേഷൻസ്, ഓരോ നോട്ടിഫിക്കേഷനും നമ്മളെ ഫോൺ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് നമ്മുടെ ചിന്തകളെയും ശ്രദ്ധയെയും തടസ്സപ്പെടുത്തുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ലളിതമായ ചില ശീലങ്ങളിലൂടെ നമുക്കിതിനെ അതിജീവിക്കാം. ഡിജിറ്റൽ ഡിറ്റോക്സ്. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും ഫോൺ പൂർണ്ണമായി മാറ്റിവെക്കുക. ഫോൺ ഓഫ് ചെയ്ത് ഒരു ബോക്സിൽ വയ്ക്കാം. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക. ആവശ്യമില്ലാത്ത ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. ഇത് നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്നത് കുറയ്ക്കും. റൂൾസ് ഉണ്ടാക്കുക. രാത്രി ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഫോൺ ഉപയോഗിക്കില്ലെന്ന് തീരുമാനിക്കുക. കിടപ്പുമുറിയിൽ ഫോൺ വയ്ക്കുന്നത് ഒഴിവാക്കുക. മാറ്റിവെക്കാൻ ഒരു കാരണം കണ്ടെത്തുക. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ ഹോബികൾ കണ്ടെത്തുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം നേരിട്ട് സമയം ചെലവഴിക്കുക. സാങ്കേതികവിദ്യ നമ്മുടെ ജീവിതം എളുപ്പമാക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ്. അത് നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒരു യജമാനനല്ല. നിങ്ങൾ അറിയാതെ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റും തിരികെ പിടിക്കാൻ തുടങ്ങുക. ഡിജിറ്റൽ ലോകം ഒരുപാട് നല്ല കാര്യങ്ങൾ തരുന്നുണ്ട്, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അതിലും വലിയ സന്തോഷങ്ങളുണ്ട്. ഒരു ചെറിയ മാറ്റത്തിലൂടെ വലിയ സ്വാതന്ത്ര്യം നേടാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാം.